ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണുന്നത് വിസയുടെ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് സന്ദർശിക്കാവുന്ന ഒരു കിഡിലൻ കൺട്രി ആയിട്ടുള്ള മലേഷ്യയുടെ 7-day ഐറ്റിനറിയാണ്. ഇവിടേക്ക് പോകാനായിട്ട് നമുക്ക് വിസ വേണ്ടെങ്കിലും മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് അഥവാ MDAC ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ 6 മാസത്തിൽ കൂടുതൽ കാലാവധിയുള്ള പാസ്പോർട്ട്, റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വേണം. ഈ വീഡിയോയിൽ ഞങ്ങൾ കുലാലംപൂരിലും ലങ്കാവിയിലും ചെലവഴിച്ച 7 ദിവസങ്ങളും അന്ന് ഞങ്ങൾ പോയ ഓരോ സ്ഥലങ്ങളും അവിടുത്തെ ഓപ്പണിംഗ് ടൈം, ടിക്കറ്റ് പ്രൈസ്, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമാണ് ഞാൻ പങ്കുവെക്കുന്നത്. വണ്ണിൽ നമ്മൾ രാവിലെ പോയത് ബാട്ടു കേവിലാണ്. 6 മണി മുതൽ 9 മണി വരെ ആയിരിക്കും തുറന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സമയം നേരത്തെ പോവാൻ നോക്കുക. അതുപോലെ തന്നെ 272 പടികളുണ്ട്, പ്രിപ്പയർ ആയിട്ട് പോവുക. ശേഷം പോയത് സൂനിഗാരയിലാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 50 മുതൽ 90 റിംഗറ്റ് വരെയാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത് പാണ്ടയ. ഡേ 2 നമ്മൾ പോയത് അക്കോറിയ KLCC ആണ്. രാവിലെ 10 മുതൽ 8 വരെയാണ് പ്രവേശനം. 55 മുതൽ 75 വരെ റിംഗറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ പോയത് വൈകുന്നേരം പെറ്റലിംഗ് സ്ട്രീറ്റിലോട്ടാണ്. അവിടെ പോയി ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഡേ 3 നമ്മൾ പോയത് KL ബേർഡ് പാർക്കിലാണ്. 9 മുതൽ 5:30 വരെയാണ് ഇതിന്റെ പ്രവൃത്തി സമയം. ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു 85 റിംഗറ്റ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയി 9 മുതൽ 4:30 വരെയാണ് അത് ഓപ്പൺ ആയിരിക്കുക. 25 മുതൽ 30 റിംഗറ്റ് വരെ ആയിരിക്കും അവിടുത്തെ. നൈറ്റ് നമ്മൾ ട്വിൻ ടവർ കാണാനും പോവാണ് പിന്നീട് ചെയ്തത്. അന്നത്തെ ദിവസം ഞങ്ങളുടെ കുലാലംപൂരിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഡേ 4 ഞങ്ങൾ കോലാലംപൂരിൽ നിന്ന് ലങ്കാവിയിലേക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 1 hour ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ. ഹോട്ടലിലൊക്കെ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ തൊട്ട് പുറകിലുള്ള ബീച്ചിലെ പെറ്റ്ലിംഗ് സെനാങ് ബീച്ച് എന്നാണ് പറയുക, ആ ബീച്ചിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. നൈറ്റ് കുറേ പ്രോഗ്രാംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിയുകയാണ് ചെയ്തത്. ഡേ 5 നമ്മൾ ലങ്കാവിയിലെ പ്രശസ്തമായ മംഗ്രോവ് ടൂറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 50 മുതൽ 120 വരെ റിംഗറ്റ് ആയിരിക്കും ഇതിന് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. നിങ്ങൾ എടുക്കുന്ന പാക്കേജ് അനുസരിച്ചിരിക്കും. നല്ല വെയിലായിരുന്നു, അപ്പോൾ സൺക്രീം മസ്റ്റ് ആയിട്ട് കരുതുക. അതുപോലെ വെള്ളവും കൈപ്പിടിക്കുക. ബോട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ക്രൊക്കഡൈൽ ഫാമിലോട്ടായിരുന്നു. അവിടെ ഒരുപാട് ക്രൊക്കഡൈൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് കയ്യിൽ പിടിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഡേ 6 നമ്മൾ പോയത് ലങ്കാവിയിലെ ഫേമസ് ആയിട്ടുള്ള കേബിൾ കാറിലോട്ടാണ്. 9:30 മുതൽ 6 മണി വരെയാണ് പ്രവൃത്തി സമയം. ഇത് മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആയ ഡേ 7 നമ്മൾ ഈഗിൾ സ്ക്വയറിലാണ് പോയത്. രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. വൈകുന്നേരം പോകാനായിട്ട് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗായ്സ്.